സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ചുള്ള തീർത്ഥാടനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് അസിസിയിലേക്കാണ്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നടന്ന വഴികളിലൂടെയൊക്കെ നടന്ന ഒരു വിശുദ്ധൻ്റെ അടുത്തേക്ക്. ഇന്ന് നമുക്കറിയാം, ലിയോ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വിശുദ്ധ കുർബാന മധ്യേ 2 വിശുദ്ധരെ തിരുസഭയ്ക്കായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തി ആൻഡ് വിശുദ്ധ കാർലോ അക്യൂറ്റസ്. അതിലെ വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ദേവാലയത്തിലേക്കാണ് നമ്മൾ പോവുക. വിശുദ്ധ കാർലോ അക്യൂറ്റസ് അന്തോണിയുടെയും അന്തോണിയോ സലോസിയുടെയും മകനായിട്ട് 1991 മെയ് 3 ലണ്ടനിലാണ് ജനിച്ചത്. അതിനുശേഷം ഇറ്റലിയിലെ മിലാനിലേക്ക് അവർ താമസം മാറ്റി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാർലോ നേരത്തെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന ആവശ്യമായി മാതാപിതാക്കളെ സമീപിച്ചു. അങ്ങനെ അവർ ബിഷപ്പിൻ്റെ പ്രത്യേക അനുഭവത്തോടു കൂടി 7-ാം വയസ്സിൽ വിശുദ്ധ കാർലോ അക്യൂറ്റസ് പ്രഥമ ദിവികാരുണ്യം സ്വീകരിച്ചു. ദിവികാരുണ്യം ഈശോയെ അത്ര ഇഷ്ടമായതുകൊണ്ട് വിശുദ്ധ കാർലോ അക്യൂറ്റസ് ഓരോ വിശുദ്ധ കുർബാനയും കഴിയുമ്പോൾ ദിവികാരുണ്യ സക്രാരിയുടെ മുൻപിലിരുന്ന് ഒത്തിരി നേരം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ കാർലോ അക്യൂറ്റസ് പറയുക, വിശുദ്ധ കുർബാന അത് സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണെന്നാണ്. ദിവികാരുണ്യ ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ നിറഞ്ഞു ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, ജീൻസും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഈ കാലഘട്ടത്തിൻ്റെ തന്മയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ നമ്മോട് പറയുക, ഈ കാലഘട്ടത്തിൽ ദിവികാരുണ്യ ഈശോയെ എല്ലാ ദിവസവും സ്വീകരിച്ചുകൊണ്ട് ദിവികാരുണ്യ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ജീവിച്ച് എങ്ങനെ ഒരു വിശുദ്ധനായിട്ട് മാറാമെന്നാണ്. വിശുദ്ധ കാർലോ നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ 1991 എന്നൊക്കെ പറയുമ്പോൾ 1991 ജനിച്ചവർക്ക് 34-35 വയസ്സാകുന്നേ ഉള്ളൂ. 15-ാം വയസ്സിൽ വിശുദ്ധ കാർലോ അക്യൂറ്റസ് മരിച്ചുപോയി. എന്നാൽ അതിനു മുമ്പ് തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് ഈ ലോകത്തിൽ ചെയ്തു തീർക്കാനുള്ള ദൗത്യം അതെന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്തു തീർക്കുവാനായിട്ട് വിശുദ്ധ കാർലോ അക്യൂറ്റസിന് സാധിച്ചു. ഞാൻ മനസ്സിലാക്കുക, വിശുദ്ധ കാർലോ അക്യൂറ്റസ് ദിവികാരുണ്യ ഈശോയെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ ഒരു ദൗത്യമെന്ന് അവൻ മനസ്സിലാക്കിയത് ദിവികാരുണ്യ അത്ഭുതങ്ങളുടെ തന്നെ ഒരു വലിയ വെബ്സൈറ്റ് തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ ദിവികാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലത്തേക്ക് തീർത്ഥാടനം നടത്തി അവിടെ ചെന്ന് അവിടുത്തെ ചിത്രങ്ങൾ എടുത്തും അതുപോലെ തന്നെ അവിടുത്തെ നടത്തിയ പഠനങ്ങളെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയൊക്കെ ആയിട്ട് അതിൻ്റെ തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് ദ യൂക്കറിസ്റ്റിക് മിറക്കിൾ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയ ഈ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഈശോയെ പ്രഘോഷിച്ച വിശുദ്ധൻ. 15-ാം വയസ്സിൽ ലൂക്കോമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് വിശുദ്ധ കാർലോ അക്യൂറ്റസ് മരിക്കുന്നത്. എന്നാൽ ആ മരണത്തിന് മുമ്പ് തന്നെ തൻ്റെ തനതായ ഒരു കോൺട്രിബ്യൂഷൻ തിരുസഭയ്ക്ക് നൽകി. ഈ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിലൂടെ യൂക്കറിസ്റ്റിക് മിറക്കിൾ ഓഫ് ദ വേൾഡ് എന്ന വെബ്സൈറ്റിലൂടെ ഇന്നത്തെ ടെക്നോളജിയിൽ ഒരൊറ്റ ക്ലിക്കിൽ യൂക്കറിസ്റ്റിക് മിറക്കിള് അതിൻ്റേതായ വിശദീകരണങ്ങൾ, ചിത്രങ്ങൾ എല്ലാം ഒരാൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ വിശുദ്ധ കാർലോ തൻ്റെ തനതായ ഒരു കോൺട്രിബ്യൂഷൻ തിരുസഭയ്ക്ക് നൽകിയിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുക. ടെക്നോളജികളുടെ ഈ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ഈശോയെ സ്നേഹിക്കാമെന്നും എങ്ങനെ ഈശോയെ പ്രഘോഷിക്കാമെന്നും ഈ വിശുദ്ധൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ഹൃദയം വെച്ചിരിക്കുന്ന ചാപ്പലിലേക്കാണ് നമ്മൾ ഇനി വരിക. അതും അസിസിയിലെ തന്നെ ഏറ്റവും മുകളിലുള്ള സാൻ റൂഫിനോ ചർച്ചിലാണ് വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ഹൃദയം വെച്ചിരിക്കുക. വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ഹൃദയം നമുക്കറിയാം, ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ എരിഞ്ഞു കത്തിയ ഒരു ഹൃദയമാണ്. ആ ഹൃദയത്തിന് മുമ്പിൽ നമുക്കും പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോട് കൂടെ സ്നേഹിക്കുവാൻ, ഈശോ സ്വന്തം ശരീരവും രക്തവും നമുക്കായി നൽകുന്ന വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ, എന്നും വിശുദ്ധ കുർബാന ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ തിരസ്കരിക്കാതെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം.
ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.